ഹായ് എവരി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് കീർത്തന. ഇപ്പോൾ UGC നെറ്റ് എക്സാം വളരെ അടുത്ത് വരികയാണ് അല്ലെ. ഇനി ആകെ 30 ദിവസമേ ഉള്ളൂ. ഈ ടൈമിലുള്ള ഒരു നമ്മുടെ പ്രിപ്പറേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സാം ക്വാളിഫൈ ചെയ്യാൻ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കിലും പഠിച്ചു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിനേക്കാട്ടിലും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നതും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് 30 ഡേയ്സിലുള്ള റിവിഷൻ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മുന്നോട്ട് വെക്കാൻ പോകുന്നത് നമ്മൾ ഈ റിവിഷൻ സ്ട്രാറ്റജിയിൽ ഈ ലാസ്റ്റ് 30 ഡേയ്സിൽ നമുക്ക് എന്ത് ചെയ്തിട്ട് ഈസി ആയിട്ട് വളരെ മിനിമം എഫേർട്ട് കൊണ്ട് എങ്ങനെ നമുക്ക് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിലബസ് വെച്ചിട്ട് നമുക്കറിയാം UGC നെറ്റിൽ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം സോൾവ് ചെയ്തുകൊണ്ട് എക്സാം ക്രാക്ക് ചെയ്തു, ഈവൻ PGയുടെ സിലബസ് പോലും പഠിക്കുന്നതിന് മുൻപ്. അപ്പൊ നമുക്ക് അതെങ്ങനെ ചെയ്തെടുക്കാം നമുക്ക് പറയാം കേട്ടോ. ഇത് ചെയ്യാന്നുള്ളതിൽ ഏറ്റവും എഫക്റ്റീവ് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എക്സാം കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് 2018 അപ്പൊ 2018 തൊട്ടിട്ടുള്ള എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ട് അതിൽ ഏത് തിയറിയിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിൽ നിർത്തുന്നതിന് പകരം ആ തിയറി എടുക്കുക. ഏത് തിയറിയെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റ് ആണ് അവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, ഏത് സബ്ജക്റ്റ് ആണ് അവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, ഏത് ടോപ്പിക്കാണ് അവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നോക്കുക. എന്നിട്ട് അവിടെ ഏതൊക്കെ വേറെ എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലും ഏത് തരത്തിലാണ് ചോദ്യം വന്നിട്ടുള്ളത് നോക്കുക. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ടോപ്പിക്കിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് നെറ്റ് എക്സാമിൽ അബവ് 75% വാങ്ങിയിട്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം മൈക്രോ എക്കണോമിക്സ് നോക്കാം കേട്ടോ. മൈക്രോ എക്കണോമിക്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഈ ലാസ്റ്റ് ഡിസംബർ 2023 മൈക്രോ എക്കണോമിക്സും മാത്സും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന്റെയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൈക്രോ എക്കണോമിക്സിന്റെ വെയിറ്റേജ് കൂടി വരികയാണ് ഓരോ എക്സാം കഴിയും തോറും. നമുക്ക് നോക്കാം മൈക്രോ എക്കണോമിക്സിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള വന്നിട്ടുള്ളത്. ആദ്യത്തെ രണ്ടെണ്ണം ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് പ്രൊഡ്യൂസർ ബിഹേവിയർ. നമ്മൾ ഡിഗ്രി ലെവലിൽ തൊട്ട് ആക്ച്വലി നമ്മൾ +2 ലെവലിൽ തന്നെ അധികം ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്തു വെക്കുന്നുണ്ട്. അപ്പൊ അത്രയും ഇൻഡെപ്ത് പോകാനുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇത് എന്തായാലും NTA UGC നെറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. പക്ഷേ ഇനി നമ്മൾ ഇപ്പൊ വരുന്ന ഒരു ട്രെൻഡിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പോർഷനിലും മാത്സിന്റെ ഇൻവോൾവ്മെന്റ് അവിടെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ തിയറി വലിച്ചു വാരി പഠിക്കുന്നതിനേക്കാട്ടിലും ഇവിടെ മാത്തമാറ്റിക്കലി വരുന്ന ഇക്വേഷനുകൾ എന്താന്ന് നോക്കാം. മൈക്രോ എക്കണോമിക്സിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഇക്വേഷൻസ് ഒക്കെ ഒരു ഇക്വേഷൻ പേപ്പർ എന്നുള്ള നിലയിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ഇക്വേഷൻസ് മാത്രം പഠിച്ച് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 30 ഡേയ്സിൽ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി ഗെയിം തിയറിയിൽ നിന്നും ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതും നമുക്കൊരു ലക്ക് ഫാക്ടർ ആണ്. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ വരും. കാരണം ഗെയിം തിയറി പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെ. അപ്പൊ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഗെയിം തിയറിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ളത് വെൽഫെയർ എക്കണോമിക്സ് ആണ്. ഇത് ആക്ച്വലി ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്നുള്ള ഒരു സബ്ജക്റ്റിനെയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരാറ് കേട്ടോ. അവിടെ നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള തിയറംസ് നോക്കേണ്ടി വരും, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ നോക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലും ഇതേപോലെ വലിച്ചു വാരി പഠിക്കുന്നതിന് പകരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വരുന്ന ടോപ്പിക് ഏതാണെന്ന് നോക്കിയിട്ട് ആ ടോപ്പിക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബെർജൻസൺസ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ, അപ്പൊ ആരുടെയൊക്കെയാണോ ചോദിച്ചിരിക്കുന്നത് ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം, അപ്പൊ ഇത്തരത്തിൽ റിപ്പീറ്റ് ആയി വരുന്ന ടോപ്പിക്കുകൾ മാത്രം നോക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ മാത്സ് ഇൻക്ലൂഡ് ചെയ്യണം. വെൽഫെയർ എക്കണോമിക്സിൽ നമ്മൾ ഏതാ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഇന്റർനാഷണൽ എക്കണോമിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിക്കണം. പിന്നെ അസിമെട്രിക് ഇൻഫർമേഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ ഏതാണ് നമ്മുടെ പബ്ലിക് എക്കണോമിക്സ് ക്ലബ് ആവുന്നുണ്ട്. അപ്പൊ എല്ലാം ഇപ്പൊ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലബ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ അസിമെട്രിക് ഇൻഫർമേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമ്മൾ മൈക്രോയില് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് അല്ലെ. അതില് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മൈക്രോ ഓറിയന്റഡ് ആയിട്ടല്ല ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ അസിമെട്രിക് ഇൻഫർമേഷൻ എന്നുള്ള ടോപ്പിക് വരുന്നത്. അത് പബ്ലിക് എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനുള്ള വളരെ ക്രക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതും നമ്മൾ ഒരിക്കലും ഒഴിവാക്കാതെ പഠിക്കുക കേട്ടോ.
ദെൻ ഇനി അടുത്തതാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിന്റെ വെയിറ്റേജും ഇപ്പോൾ വരുമ്പോൾ കൂടുതലായിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇപ്പൊ മാക്രോ എക്കണോമിക്സിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇപ്പോ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെന്ന് നോക്കാം. നാഷണൽ ഇൻകം നിന്നും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കാരണം നാഷണൽ ഇൻകം പറയുന്നത് നമ്മൾ +2 തൊട്ട് റിപ്പീറ്റ് ആയി പഠിച്ചിട്ട് നമ്മൾ ഉറക്കത്തിൽ പോലും ചോദിച്ചാൽ നമുക്ക് അറിയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ നാഷണൽ ഇൻകത്തിൽ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇനി അതേപോലെ കൺസംഷൻ ഫംഗ്ഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും കൺസംഷൻ ഫംഗ്ഷന്റെ 1-2 ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ഷോർട്ട് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ആരാണ് ഓരോ കൺസംഷൻ ഫംഗ്ഷനും തിയറികളും കൊണ്ടുവന്നത്, ആ തിയറി ഏത് വർഷമാണ് വന്നത്, അതിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ പ്ലേസ് ചെയ്യുക, ആ തിയറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ ലിസ്റ്റ് പഠിക്കണം. കാരണം ഒരു തിയറി ചിലപ്പോൾ ആ തിയറിക്ക് തുടക്കം കുറിച്ചത് ഒരു എക്കണോമിസ്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എ എന്നുള്ള ഒരു എക്കണോമിസ്റ്റ്. പക്ഷെ ആ തിയറി ഒരു പബ്ലിഷ് ചെയ്ത് അതിനെ ഒരു സ്ട്രക്ചർ കൊടുത്തത് വേറെ ബി എന്നുള്ള ഒരു എക്കണോമിസ്റ്റ് ആയിരിക്കും. ഇനി അതിനെ ഫർദർ കൊണ്ടുപോയിട്ട് അതിൽ ഒരുപാട് ഡീപ്പായിട്ട് സ്റ്റഡി നടത്തിയത് സി ആൻഡ് ഡി എന്നുള്ള 2 എക്കണോമിസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ABCD എന്നുള്ള 4 എക്കണോമിസ്റ്റിന്റെയും പേര് നിർബന്ധമായിട്ട് മാറിയിരിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസംഷൻ തിയറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം ലിസ്റ്റ് ഓഫ് എക്കണോമിസ്റ്റുകൾ തരും, ഒരു 5-6 ലിസ്റ്റ് തന്നിട്ട് അതിൽ ആരാണ് ഈ തിയറിയുമായിട്ട് ബന്ധം ഇല്ലാത്തത് നമുക്ക് ചോദിക്കും. ഉള്ളത് നമുക്ക് ചോദിച്ചാൽ നമുക്ക് അറിയാം അല്ലെ, കാരണം തിയറിയുടെ പേരിൽ തന്നെ അത് ആരുടെ തിയറിയാണെന്നുള്ള പേരുണ്ടാവും. പക്ഷെ അതുമായിട്ട് ഫർദർ സ്റ്റഡീസ് ചെയ്ത ആൾക്കാരുടെ പേര് കൂടെ പഠിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലിയോൺടിഫ് പാരഡോക്സ് അല്ലെ, ലിയോൺടിഫ് പാരഡോക്സ് ആരൊക്കെ ഫർദർ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്? താത്തേമാട്ടോ, ഇച്ചിമുറ, ഇത് 2 പേര് ജപ്പാനിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പിന്നെ R ഭരദ്വാജ് എന്നുള്ള ഒരു എക്കണോമിസ്റ്റ് ഇന്ത്യയിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പേരുകളൊന്നും നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നെറ്റ് എക്സാമിൽ നമ്മുടെ കൺസംഷൻ ഫംഗ്ഷൻ എന്നുള്ള ഒരു തിയറിയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഷുവർ ഷോർട്ട് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൾക്കാരുടെ പേരുകൾ, വർഷം, ആ തിയറിയുടെ കോർ കോൺസെപ്റ്റ് എന്താണ്, അപ്പൊ ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോർഷൻ കവർ ആവും കേട്ടോ. മുഴുവൻ തിയറിയും അതിന്റെ ഗ്രാഫും അതിന്റെ ഇക്വേഷൻസും അങ്ങനെ വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്ലയർ ആൻഡ് ആക്സലറേറ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഏറ്റവും കൂടുതൽ അതിലൊരു ഇക്വേഷൻസും മാത്സും ഇൻവോൾവ് ആവുന്നതാണ്. അപ്പൊ ഷുവർ ആയിട്ടും അത്തരത്തിലൊരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന സ്ഥലമാണ് മൾട്ടിപ്ലയർ ആൻഡ് ആക്സിലേറ്റർ. ഇനി പറയുന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത എപ്പോഴും ചോദിക്കുന്നത് ഏതാണ്? ISLM. ISLMത്തിന്റെ ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ്, ആ ഗ്രാഫിന്റെ ഷേപ്പ് എന്താണ്, ആ ഗ്രാഫിന്റെ ഷേപ്പ് കാണിക്കുന്ന ആ ഒരു ഫംഗ്ഷന്റെ സ്വഭാവം എന്താണ്, അത് കൺവേ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കവർ ചെയ്താൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഏത് കവർ ആവും? ISLM മോഡൽ എന്നുള്ള ഒരു ടോപ്പിക്ക് തന്നെ കവർ ആവും. നമുക്ക് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസറും കിട്ടും. അപ്പൊ ഇപ്പൊ IS ഫംഗ്ഷന്റെ ഇക്വേഷൻ, അതേപോലെ LM ഫംഗ്ഷന്റെ ഇക്വേഷൻ, അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇപ്പൊ MPC അല്ലെങ്കിൽ മൾട്ടിപ്ലയർ, ആക്സിലറേറ്റർ ഇതൊക്കെ ചേഞ്ച് ആവുമ്പോൾ ഇതൊക്കെ IS ഫംഗ്ഷൻ എങ്ങനെ ചേഞ്ച് ആവും, ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്, ഈ ചോദ്യമാണ് ഇപ്പൊ റിപ്പീറ്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ISന്റെയും LMന്റെയും കർവിന്റെ അതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ കൂടെ ആ ഒരു ഇക്വേഷൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ, അപ്പൊ ഡിനോമിനേറ്ററിലാണെങ്കിൽ അത് ഇൻവേഴ്സ് റിലേഷൻ ആണ്, ന്യൂമറേറ്ററിലാണെങ്കിൽ പോസിറ്റീവ് റിലേഷൻ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ISLM എന്നുള്ള ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുള്ള് കവർ ചെയ്യാം. നമ്മൾ PGയിൽ പഠിച്ച പോലെ ഇൻഡെപ്ത് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗ്രാഫ്, ആ ഗ്രാഫിന്റെ സ്വഭാവം, ആ ഗ്രാഫ് കൺവേ ചെയ്യുന്ന അർത്ഥം, ഇക്വേഷൻ, ആ ഇക്വേഷനിൽ ഓരോ വേരിയബിൾസിന്റെയും റിലേഷൻഷിപ്പ്, ഇത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. പക്ഷെ എന്താണ്? ISLMൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഷുവർ ഷോർട്ട് ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഇനി മാക്രോയിൽ ബാക്കി വരുന്ന പോർഷൻസ് ഇൻഫ്ലേഷൻ ആൻഡ് ഫിലിപ്സ് കർവ് അനാലിസിസ്. വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു പോർഷൻ ആണ്. പക്ഷെ വളരെയധികം റിപ്പീറ്റ് ആയിട്ടും വരുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മുടെ ക്യാച്ച് ആയിട്ട് വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തിയറി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് എക്കണോമിസ്റ്റുകൾ ഉണ്ടാവും. ആ എല്ലാ എക്കണോമിസ്റ്റിന്റെയും ലിസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു 5 തവണയെങ്കിലും വായിച്ചിട്ടെങ്കിലും ഇരിക്കണം. ആ പേര് കണ്ടാൽ ഓക്കെ, ഈ പേര് ഞാൻ വായിച്ചിട്ടുണ്ട് എന്നെങ്കിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ആൾക്കാരുടെ പേരാണ് ഇവിടെ കൂടുതലും ചോദിച്ചു വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നൈറു എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരൊക്കെയാണ്? അപ്പോൾ
അല്ലെങ്കിൽ ആ നൈറു എന്നുള്ള കോൺസെപ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാത്ത എക്കണോമിസ്റ്റ് ആരാണ്? അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവിടെ നമ്മൾ കാണാത്തൊരു പേര്, നമ്മൾ ഇതുവരെ കാണാത്തൊരു പേര് കണ്ടാൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്യും. പക്ഷെ ശരിക്കും അത് നൈറു എന്നുള്ള കോൺസെപ്റ്റ് ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആണെങ്കിൽ അവിടെ നമ്മുടെ മാർക്ക് പോകും. അപ്പോൾ എക്കണോമിസ്റ്റുകൾ ആരൊക്കെയാണ് എല്ലാ ലിസ്റ്റും വേണം. ഒരു മിനിമം 5 എക്കണോമിസ്റ്റ് എങ്കിലും ഒരു തിയറി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തായാലും ഉണ്ടാവും. അപ്പൊ 5 പേരുടെ പേരും നിർബന്ധമായിട്ടും ഒന്ന് വായിച്ചെങ്കിലും വെച്ചിരിക്കണം. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താവണം, തിരിച്ചറിയാൻ പറ്റണം. ഇനി ആക്ച്വലി അത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എന്തായി, മാക്രോ എക്കണോമിക്സ് കവർ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ വരുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമെട്രിക്സ്. മാത്തമാറ്റിക്കൽ എക്കണോമിക്സിനെ കാട്ടിലും ഇപ്പോൾ വെയിറ്റേജ് കൂടി നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു അല്ലേ, ഇത് NTA എക്സാം അല്ല, CSIR എക്സാം ആയിരുന്നു, അല്ലെങ്കിൽ ഗേറ്റ് എക്സാം ആയിരുന്നു, അതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് കംപ്ലൈന്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഫോക്കസ് ചെയ്യണം. കാരണം ഒരു എക്കണോമിക് സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ എക്കണോമെട്രിക്സും സ്റ്റാറ്റിസ്റ്റിക്സും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല. ഒരു പരിധി ഉണ്ടാവും നമ്മുടെ ഗ്രോത്തിന്. അപ്പൊ നമ്മൾ ഇവിടെ ഏതാ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പ്രോബബിലിറ്റി തിയറി, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ പ്രോബബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ, പ്രോബബിലിറ്റി തിയറി നമ്മൾ വളരെയധികം ഫെമിലിയർ ആണ് അല്ലേ. ഒരുപാട് എക്സാമുകളിൽ നമുക്ക് പ്രോബബിലിറ്റി തിയറി റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി തിയറിയിൽ നമ്മൾ സാധാരണ PSC എക്സാമിനൊക്കെ കാണുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അങ്ങനത്തെ വരാൻ വളരെയധികം സാധ്യതയുണ്ട് കേട്ടോ. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്, ഇതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു ടോപ്പിക് ഇല്ല. എന്തായാലും ഈ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് തന്നെ ഒരു 7-8 ചോദ്യം ഷുവർ ഷോർട്ട് ആയിട്ടും നമ്മൾ ഏത് പോർഷൻ വന്നിട്ടുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഏത് സബ്ജക്റ്റ് നമ്മൾ ഇത് ആക്ച്വലി നമ്മുടെ പേപ്പർ 1-ലും കൂടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ പേപ്പർ 1-ലാണെങ്കിലും ഇതിന്റെ ചോദ്യമുണ്ട്, പേപ്പർ 2-ലാണെങ്കിലും ഉണ്ട്. അപ്പോൾ ഇപ്പൊ കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന ഒരു ട്രെൻഡ്, നമ്മൾ ഇതേ ട്രെൻഡിൽ തന്നെയാണ് അടുത്ത എക്സാമും വരുന്നതെങ്കിൽ 10 ചോദ്യമെങ്കിലും ഈ ടോപ്പിക്കിൽ നിന്ന് മൊത്തം പേപ്പറിൽ ഉണ്ടെങ്കിൽ 20 മാർക്കാണ് ഇതിന്റെ വെയിറ്റേജ്. അപ്പൊ 20 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു വലിയ നമുക്കൊരു മാർജിൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇൻ ഡെപ്ത് ആയിട്ട് പോകുന്നതിന് പകരം എല്ലാ ടെസ്റ്റുകളും എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിർബന്ധമായിട്ട് പഠിക്കുക. ആ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമ്മൾ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കുക. പിന്നെ ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ വരുന്ന പ്രശ്നങ്ങൾ, നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന എററുകൾ പഠിക്കുക. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു. അപ്പോൾ ഇത്രയും നമുക്ക് മാർജിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇത്രയും നമുക്കൊരു മുൻപിലേക്ക് ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെയും കമ്പയർ ചെയ്തിട്ട് മുന്നോട്ട് നമുക്ക് വരാൻ പറ്റുന്നത് ഈ ഒരൊറ്റ ടോപ്പിക്ക് പഠിച്ചാൽ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെയുള്ള വീഡിയോസിൽ ഇതിനു മുമ്പ് ഞാൻ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ F സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഇക്വേഷൻ എന്താണ്, T സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഇക്വേഷൻ എന്താണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒന്നും അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അതിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2-3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു കോൺസെപ്റ്റും മനസ്സിലാവും, നമുക്ക് ആ ടോപ്പിക്കും കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ ഇപ്പോ ഇതുവരെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ കറന്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡൽസ്. അതിൽ തന്നെ റിക്കേഴ്സീവ് ആൻഡ് നോൺ റിക്കേഴ്സീവ്. അപ്പൊ ഇത് കുറച്ചും കൂടി ഒരു പുതിയ ടോപ്പിക്കാണ്. പക്ഷെ എന്നാൽ പോലും ഇതിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും ഒഴിവാക്കാതെ നമ്മൾ ഇത് പഠിക്കണം. നമ്മൾ മാത്സ് പറയുമ്പോൾ കൂടുതലും സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമെട്രിക്സും നമ്മൾ ഒഴിവാക്കുന്ന ടോപ്പിക്കുകളായിരിക്കും അല്ലെ. ഓക്കെ, പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേറെ സബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്ത് സ്കോർ ചെയ്യാൻ നോക്കാം. പക്ഷെ പ്രശ്നം എവിടെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്റ്റുകളും എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കും. എല്ലാവരും കൂടുതലും പ്രോബബിലിറ്റി ഒഴിവാക്കാൻ സാധ്യതയുള്ളത് എക്കണോമെട്രിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ നമുക്ക് എക്സാമിൽ ഒരു എഡ്ജ് കിട്ടണമെങ്കിൽ നമ്മൾ ബാക്കി എല്ലാം പഠിച്ചില്ലെങ്കിൽ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമെട്രിക്സ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് പറയുമ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കുറവാണ്. മൈക്രോ എക്കണോമിക്സ് ആയിട്ട് ക്ലബ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വരാറുള്ളത്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് സെറ്റ് തിയറിയിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നിൽ കൂടുതൽ എന്തായാലും വരില്ല. സെറ്റ് തിയറിയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ, അതും വളരെ ബേസിക് ആയിട്ട് നമുക്ക് +1 +2 ലെവലിലോ അല്ലെങ്കിൽ ഡിഗ്രിയിൽ നമ്മൾ പഠിച്ച ഒരു മാത്സ് ലെവലിലോ മാത്രമേ ചോദിക്കുള്ളൂ. അപ്പൊ സെറ്റ് തിയറിയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ. ഡിഫറൻഷ്യൽ കാൽക്കുലസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, നമുക്കിപ്പോൾ ടോട്ടൽ റവന്യൂ, മാർജിനൽ റവന്യൂ ഇതൊക്കെ വരുന്നത് നമ്മൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ് യൂസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് എക്കണോമിക്സിൽ കാൽക്കുലസ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുക, ഇതും നമ്മൾ ഡിഗ്രി ലെവലിൽ ചെയ്ത പ്രോബ്ലംസ് മാത്രമേ വരുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് വരില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുക കേട്ടോ.
മെട്രിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നിർബന്ധമായിട്ടും എന്തായാലും എല്ലാ പേപ്പറിലും ഉണ്ടാവും. അത് കൂടുതലും നമുക്ക് വരാൻ പോകുന്ന ചോദ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് റൂട്ടും ഐഗൺ വാല്യൂസും എന്താണെന്നുള്ള ചോദ്യം വരും. എന്നിട്ട് അവർ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് റൂട്ടും തന്നിട്ടുണ്ടാവും, ഐഗൺ വാല്യൂസും തന്നിട്ടുണ്ടാവും. ഇതിൽ ഏതാണ് ട്രൂ ഏതാണ് ഫോൾസ് എന്ന് ചോദിക്കും. നമുക്ക് ഈസി ആയിട്ട് അതൊന്ന് സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ആൻഡ് ഐഗൺ വാല്യൂസ്. പക്ഷെ വളരെയധികം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പോർഷനിൽ നിന്നും അത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ ആൻഡ് ലീനിയർ പ്രോഗ്രാമിംഗിന്റെ തിയറി മാത്രം, ശരിക്കും പറഞ്ഞാൽ ഇത് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആണ്, പക്ഷെ ഇതിൽ നിന്നും തിയറി മാത്രമേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും ഇതിന്റെ തിയറിയാണ് ചോദിക്കാൻ സാധ്യത. അതും 1 or 2 ചോദ്യത്തിന്റെ അപ്പുറത്തേക്ക് പോയില്ല. അതും ഇതുവരെ ചോദിച്ച ചോദ്യം തന്നെയാണ്, ഇതുവരെയും റിപ്പീറ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളത്. ഇതുവരെ നമുക്ക് നെറ്റില് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. കോൺസെപ്റ്റുകളും തിയറികളും മാത്രമേ റിപ്പീറ്റ് ആയിട്ടുള്ളൂ. പക്ഷെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഏത്? ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ ആൻഡ് ലീനിയർ പ്രോഗ്രാമിംഗ്. അപ്പൊ ഇതിലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ഒരുപാട് എക്കണോമിസ്റ്റുകളുടെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് ഒരു 5-6 പേരുടെയെങ്കിലും നമ്മൾ പേര് നിർബന്ധമായിട്ട് നമുക്ക് അറിയണം. എന്താ? ക്വസ്നെ ഉണ്ട്. ക്വസ്നെയാണ് നമ്മുടെ ടാബ്ലോ എക്കണോമിക്ക് കൊണ്ടുവന്നത് അല്ലേ. അതേപോലെ ലിയോൺടിഫ് ഉണ്ട്. അങ്ങനെ ഇതേപോലെ ഒരു 5-6 പേരെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഓർമ്മ വെച്ചിരിക്കണം കേട്ടോ. ഡിഫറൻസ് ഇക്വേഷൻസ് എന്തായാലും വരാൻ ഒട്ടും സാധ്യതയില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി വന്നാൽ തന്നെ നമുക്ക് ഡിഫറൻസ് ഇക്വേഷന്റെ തിയറിയിൽ നിന്നും ഒരു ചോദ്യം, അതും റെയർ ആണ്. പക്ഷെ ഇതുവരെ റെയർ ആയിട്ട് അത് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ അത് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഇനിയുള്ളത് ഇന്റർനാഷണൽ ട്രേഡ്. നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ എല്ലാ തിയറികളും പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ ട്രേഡിൽ നിന്നും വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ തിയറീസ് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചു വെക്കുക. അതിന്റെ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻസ് പഠിച്ചു വെക്കുക. കാരണം ഗ്രാഫ് ഇപ്പോൾ കൂടുതൽ ചോദിക്കുന്നുണ്ട്, ഗ്രാഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് ഡിഡക്ട് ചെയ്ത ഒരു അനാലജിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഇപ്പൊ ഇതുവരെ റീസെന്റ് ആയിട്ട് കാണുന്ന ട്രെൻഡ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ ബാലൻസ് ഓഫ് പേയ്മെന്റും അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതും അവിടെ ഗവൺമെന്റും സെൻട്രൽ ബാങ്കും എടുക്കുന്ന ആക്ഷൻസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ അതും ഒന്ന് നോക്കുക കേട്ടോ. ഇതാണ് കൂടുതലും ഇന്റർനാഷണൽ എക്കണോമിക്സ് അധികം ഫോക്കസ് ആവുന്നില്ല ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതേപോലെ തന്നെയാണ് പബ്ലിക് എക്കണോമിക്സ്. പബ്ലിക് എക്കണോമിക്സ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ചോദ്യങ്ങൾ മാത്രമേ പബ്ലിക് എക്കണോമിക്സിൽ വരുള്ളൂ. അതിൽ തന്നെ മാർക്കറ്റ് ഫെയിലിയർ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് മൈക്രോയിൽ വെച്ച് ക്ലബ് ചെയ്ത് പഠിക്കേണ്ടി വരും മൈക്രോ എക്കണോമിക്സിൽ. ദെൻ പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ക്യാനൺസ് ഇമ്പോർട്ടന്റ് ആണ്. ആ ക്യാനൺസ് ഏതൊക്കെയാണ്, ഇതാരാണ് കൊണ്ടുവന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബാക്കി ഇതിൽ വേറെ അധികം റിപ്പീറ്റഡ് ആയിട്ട് ഒരു ചോദ്യം നമുക്ക് കാണുന്നില്ല. പിന്നെ ഉള്ളത് മണി ആൻഡ് ബാങ്കിങ്. മണി ആൻഡ് ബാങ്കിങ്ങും വളരെ വെയിറ്റേജ് കുറവുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഏതും ഒഴിവാക്കാൻ പാടില്ല. നമുക്ക് ചിലപ്പോൾ ഒരു ഇതിലൊക്കെ ആയിരിക്കും ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പൊ ഇതിൽ കോമ്പണൻസ് ഓഫ് മണി സപ്ലൈ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇൻസ്ട്രുമെന്റ്സ്, മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ഇതിൽ തന്നെ കമേഴ്ഷ്യൽ ബിൽസ്, ടി ബിൽസ്, കമേഴ്ഷ്യൽ പേപ്പർ, ടി ബിൽസ്, ട്രഷറി ബിൽസ്, സ്റ്റോക്ക് എന്താണ്, ബോണ്ട് എന്താണ്, ഡിബെഞ്ചർ എന്താണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് കുറച്ചൊന്നും ഫെമിലിയർ ആവണം കേട്ടോ. അപ്പൊ അതും കൂടെ കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മണി ആൻഡ് ബാങ്കിങ്ങും കഴിയും. അതിലും അധികം ഡെപ്ത് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് PG ലെവലിൽ പോവുകയാണെങ്കിൽ വളരെയധികം ഡെപ്ത് ആയിട്ട് പോകുന്ന ഒരു ടോപ്പിക്കാണ്. ഒരുപാട് തിയറീസ് ഉണ്ട്, ഒരുപാട് മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് എന്താണ് നെറ്റിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ആവശ്യമില്ല. ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ മാത്രം പഠിക്കുക, ഡെറിവേഷൻസ് പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാ തിയറികളും പഠിക്കുക, ആ തിയറിയുടെ ഇക്വേഷനും പഠിക്കുക. തിയറി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ തിയറിയുടെ ഒരു ക്രക്സ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഒരുപാട് തിയറീസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ തിയറികളും അതിലുള്ള ഇക്വേഷനും ആ തിയറിയുടെ ക്രക്സും എന്താണെന്ന് മാത്രം പഠിക്കുക. പിന്നെ വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ഇത് പോവർട്ടി ആൻഡ് ഇനീക്വാലിറ്റിയും പിന്നെ ഇൻഡിക്കേറ്റേഴ്സും. എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സും പോവർട്ടിയും റിലേറ്റഡ് ആയിട്ട് ഇത് ഇന്ത്യൻ ഇക്കോണമി ആയിട്ട് ക്ലബ് ചെയ്തിട്ട് ചോദ്യങ്ങൾ, ഇത് വളരെയധികം ഫ്രീക്വന്റ് ആയിട്ടുള്ള കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതും എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. എന്തായാലും നിർബന്ധമായിട്ടും
അതിലൊരു ചോദ്യം നമുക്ക് ഒന്നിൽ കൂടുതൽ ചോദ്യം നമുക്ക് കാണാൻ പറ്റും. ദെൻ എൻവയോൺമെന്റൽ എക്കണോമിക്സ്. എൻവയോൺമെന്റൽ എക്കണോമിക്സ് നമുക്ക് പി ജിയിൽ പഠിക്കാത്ത കൂടുതൽ പേരും പി ജിയിലൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ പേപ്പർ 1 റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചാലും ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഇതിൽ എൻവയോൺമെന്റ് ആസ് എ പബ്ലിക് ഗുഡും മാർക്കറ്റ് ഫെയിലിയറും ദെൻ കോസ്റ്റ് തിയറം ഇത് സ്റ്റാർ ടോപ്പിക്സ് ആണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ ഇതെന്താണ്? സ്റ്റാർ ടോപ്പിക്സ് ആണ്. ഇതെന്തായാലും നിർബന്ധമായിട്ടും ഇതിൽ പക്ഷെ അതും ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല. ബേസിക് ലെവലിൽ എന്താണ് എന്തിനാണ് ഇത്രേ വരുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിനൊന്നും ചോദ്യം വരില്ല കേട്ടോ. കോസ്റ്റ് തിയറം പക്ഷെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും കോസ്റ്റ് തിയറത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ദെൻ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആൻഡ് വാല്യുവേഷൻ എന്ന് പറയുന്നത് ഇതും നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് അങ്ങനെ നമ്മൾ മാത്തമാറ്റിക്സും ഫൈനാൻഷ്യൽ എക്കണോമിക്സും പോകുന്ന രീതിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അതേ ടോപ്പിക് ആണെങ്കിലും ഇതിന്റെ ജസ്റ്റ് എന്താണ് അതെന്തിനാണ് ഇത് മാത്രം. ഇന്നൊരു ക്രൈറ്റീരിയ, അപ്പൊ NPV നെറ്റ് പ്രസന്റ് വാല്യൂ എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ അത് എന്താണ് ആ ക്രൈറ്റീരിയ, ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ദെൻ ലൈഫ് ടേബിൾ നമുക്കൊരു സ്റ്റാർ ടോപ്പിക് ആണ്. ഇത് നിർബന്ധമായിട്ടും ഉണ്ടാവും. പക്ഷെ എന്താ, ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലൈഫ് ടേബിൾ. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ടാവും, അതിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാവും. ആ മിസ്സിംഗ് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഈ ക്വസ്റ്റ്യൻ മാത്രമേ, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്, ഈ ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ ലൈഫ് ടേബിളിന്. അതേസമയം ലൈഫ് ടേബിളിന് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് വരികയും ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെയാണ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇനിയാണ് നമ്മുടെ അവസാനത്തെയും ഏറ്റവും ഭീകരമായിട്ടുള്ള മൊഡ്യൂൾ വരുന്നത് ഇന്ത്യൻ ഇക്കോണമി. വാസ്റ്റ് ആയിട്ട് കിടക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഇക്കോണമിയിൽ നടക്കുന്ന ഏതൊരു സംഭവം ഇവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുന്ന ട്രെൻഡിൽ ആദ്യമൊക്കെ നമുക്ക് കാണാമായിരുന്നു ഏകദേശം ചില പോർഷൻസ് ഉണ്ട്, ആ പോർഷൻസിൽ നിന്നും മാത്രമേ ചോദ്യങ്ങൾ വരുള്ളൂ. പക്ഷെ ഇപ്പൊ അതല്ല. 2011 സെൻസസിനെ വരെ അതിൽ തന്നെ 8ാമത്തെ റാങ്കിൽ നിൽക്കുന്ന ഒരു രാജ്യം ആൻസർ ആയിട്ട് വരുന്ന ഒരു ചോദ്യം വരെ ചോദിച്ചിട്ടുണ്ട്. 8ാമത്തെ റാങ്ക് വരെ ഒന്നും എന്തായാലും ഒരു കുട്ടിയും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇവിടെയാണ് നമുക്ക് ലക്ക് ഫാക്ടർ വരുന്നത്. ഇവിടെ നമുക്ക് വലിച്ചു വാരി പഠിക്കാന്നുള്ളതിന്റെ അപ്പുറത്ത് നമുക്ക് ബഡ്ജറ്റ് ഡോക്യുമെന്റ് വായിക്കാം. അതും വായിക്കൽ ആണ് നമ്മൾക്ക് നമ്മുടെ സ്ട്രാറ്റജി അവിടെ വേണ്ടത്, പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത്. കാരണം കാണാപ്പാഠം പഠിച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ അല്ല ഇത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കണം, ഏകദേശം വായിച്ച് ഒരു ഫെമിലിയാരിറ്റി വരുത്തണം എന്നുള്ളതാണ്. എക്കണോമിക് സർവേ നമ്മൾ വായിക്കണം, എക്കണോമിക് റിവ്യൂ ഒന്നും കൂടെ വായിക്കണം, പിന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്യുമെന്റ്സ് അവരുടെ വെബ്സൈറ്റിൽ കൊടുക്കുമല്ലോ. അപ്പൊ അതും ഒന്ന് ജസ്റ്റ് വായിച്ചു പോകേണ്ട ആവശ്യമുള്ളൂ, ഒരുപാട് പോകേണ്ട ആവശ്യമില്ല. റേറ്റുകൾ, പിന്നെ കറണ്ട് ആയിട്ടുള്ള ലാസ്റ്റ് 1 മന്തിന്റെങ്കിലും നമ്മുടെ ഇക്കോണമിയിൽ എന്താ നടക്കുന്നതെന്നുള്ള ന്യൂസിൽ വരുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പക്ഷെ ഇതും ലക്ക് ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കുക. പക്ഷെ ഇവിടെയും വെയിറ്റേജ് വരുന്നത് ആകെ ഒരു 10 to 12 എന്നുള്ള റേഞ്ചിലാണ്. അപ്പൊ നമ്മൾ ഇതിൽ ഒരുപാട് ഫോക്കസ് ചെയ്തിട്ട് ടൈം വേസ്റ്റ് ആക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഏകദേശം നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് ചെയ്യുക. ഇന്ത്യൻ എക്കണോമി വന്നിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കടലാണ്, ഒരു പെസിഫിക് ഓഷൻ പോലെയാണ്, നമുക്ക് അതിൽ പോയിക്കൊണ്ടേയിരിക്കാൻ പറ്റും. അങ്ങനെ പോവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നെറ്റ് എക്സാമിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യുന്ന, ഇൻക്ലൂഡിങ് ഞാൻ ചെയ്യുന്ന തെറ്റാണ്, നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള ലെവലിൽ അതിന്റെ ക്രക്സും അതിന്റെ ഒരൊറ്റ ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ ഒബ്ജക്റ്റിവിറ്റിയോട് കൂടെ നമ്മൾ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മള് എൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ലാസ്റ്റ് 30 ഡേയ്സിന് ഒരു ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, ഇത് ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾക്കറിയാൻ. NTA UGC നെറ്റ് എക്സാമിന് ഒരിക്കലെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് നിർബന്ധമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ ലാസ്റ്റ് 30 ഡേയ്സിൽ നമ്മൾ പഠിക്കുന്നതാണ് ശരിക്കും നമ്മുടെ എക്സാമിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ റിവിഷനിൽ ഫോക്കസ് ചെയ്യുക. ഇനി ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ, ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റാർ ടോപ്പിക്സ് ഒന്നുപോലും ഒഴിവാക്കാതെ എല്ലാവരും പഠിക്കുക. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ക്രാഷ് കോഴ്സ് എന്നുള്ള നിലയിൽ 30 ഡേയ്സ് കൊണ്ട് മാക്സിമം നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്തിട്ട് മാക്സിമം റിസൾട്ട് എയിം ചെയ്തിട്ട് ക്രാഷ് ബാച്ച് ആണ് ലോഞ്ച് ചെയ്യുന്നത്. എന്തായാലും ഇത് വളരെ നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കും ഇത്തവണത്തെ NTA UGC നെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി. അതേപോലെ NTA UGC നെറ്റിന്റെ ഒരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ്, അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ഈ കാണുന്ന നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഒരുപാട് റിസോഴ്സസും സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പൊ എല്ലാവരും വളരെ നന്നായിട്ട് പഠിക്കുക. താങ്ക്